ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛമ്മയുടെ 80ാം പിറന്നാൾ ആഘോഷമാണ് കേട്ടോ. വർഷയും ശ്രീകാന്തും ഒക്കെ കൂടിയിട്ട് വീടെല്ലാം ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി വലിയ ഫങ്ഷനൊക്കെ നടത്തുകയാണ് കേട്ടോ. ഇങ്ങനെ കേക്കെല്ലാം മുറിക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, അതെ സച്ചി വന്നിട്ട് കേക്ക് കട്ട് ചെയ്താൽ മതി, അവനിപ്പോൾ എത്തുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സമയമായി, ഇനി എങ്ങനെയാണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം രവി ചോദിക്കുന്നുണ്ട്, മോളെ രേവതി സച്ചി എവിടെ പോയതാ? അത് ഇപ്പോൾ വരുമെന്ന് അച്ഛാ പറഞ്ഞത്, എവിടെ പോയതാണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്ര അവിടെ നിന്ന് മറുപടി കൊടുക്കുന്നുണ്ട്, അവനിനി ഏതിലെങ്കിലുമൊക്കെ എഴഞ്ഞെഴിഞ്ഞായിരിക്കും കയറി വരുന്നത്, അവനെ കാത്തിവിടെ ഇപ്പോൾ ആരായിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചിയേട്ടൻ അങ്ങനെയൊന്നും അല്ലമ്മേ, എന്തായാലും അച്ഛമ്മയുടെ പിറന്നാളിന് സച്ചിയേട്ടൻ വേറെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാമെന്ന് രേവതി പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മയും പറയുന്നുണ്ട്, എന്തായാലും അവൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞല്ലേ പോയത്, പിന്നെന്താ ഇത്രയും താമസിക്കുന്നത്. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ അച്ഛമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമായിരിക്കും സച്ചിയേട്ടൻ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവൻ എന്ത് മേടിച്ചുകൊണ്ട് വരാനാ, അവൻ വല്ല സ്ട്രീറ്റിൽ നിന്ന് വല്ല സ്വീറ്റ്സും മേടിച്ചുകൊണ്ട് വരാനായിരിക്കും, അതിന് ഇത്രയും സമയം വേണോ. രേവതി അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതെ സുധിയേട്ടൻ അറിയാതെ ഒന്നും പറയണ്ട, സച്ചിയേട്ടൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കറിയുമെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല രേവതി ഇപ്പോൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്, സച്ചി എവിടെയാണെന്ന് നിനക്കറിയാമോയെന്ന് ചോദിക്കണേ. അപ്പോൾ രേവതി പെട്ടെന്ന് തന്നെ അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, മോളെ എന്തായാലും അവനെ ഒന്നുകൂടി ഒന്ന് ഫോൺ ചെയ്ത് നോക്കെന്ന് പറയുമ്പോഴേക്കും രേവതി മുമ്പേ വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച്ഡ് ഓഫാണ്. അങ്ങനെ ഇപ്പോൾ വിളിക്കുമ്പോഴും ഓഫ് ആകുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ്റെ ഫോണ് ചാർജ് തീർന്നിട്ടുണ്ടാവും, അതാ അച്ഛമ്മേ, എന്തായാലും സച്ചിയേട്ടൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഫോൺ ചാർജ് ഇല്ലെങ്കിലും അവൻ ഫുൾ ചാർജ് ആയിട്ടായിരിക്കും കയറി വരിക. ഈ സമയം ശ്രുതിയാണെങ്കിൽ അച്ഛമ്മേ വാ നമുക്ക് കേക്ക് കെട്ടിയാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അച്ഛമ്മയാണെങ്കിൽ കൈ തട്ടി മാറ്റിയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ പിറന്നാളിന് സച്ചി വരാതെ ഞാൻ കേക്ക് മുറിക്കില്ല, എല്ലാ പിറന്നാളിനും അവൻ മുഴുവൻ സമയവും എൻ്റെ കൂടെ ഇരിക്കാറുള്ളതാണ്, എന്നാൽ ഈ പിറന്നാളിന് അവൻ എത്തിയിട്ടില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വൈകുകയല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയും വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ശ്രീകാന്തേ എന്തായാലും കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വർഷ ഇപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും സച്ചിയേട്ടൻ വന്നിട്ട് കേക്ക് മുറിക്കാം, അപ്പോഴേക്കും നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഗിഫ്റ്റ് കൊടുത്തു തുടങ്ങാമെന്ന് പറയണേ. അതിനും അച്ഛമ്മ സമ്മതിക്കുന്നില്ല, ആ സച്ചി വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ എന്തിനാ എല്ലാ കാര്യത്തിനും അവനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ ബാക്കിയുള്ളവരുടെ ആരുടെയും സമയത്തിന് ഒരു വിലയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, ചന്ദ്രേ നീ ആവശ്യമില്ലാതെ വെറുതെ അവനെ കുറ്റം പറയാനായിട്ട് നിൽക്കണ്ട, എന്തായാലും അവൻ ഉടനെ തന്നെ വരുമെന്നിങ്ങനെ രവി ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഒരു നല്ല ഒരു നെക്ലേസ് ആട്ടോ, ഡയമണ്ട് നെക്ലേസ് കൊണ്ടുപോയി അച്ഛമ്മയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അച്ഛമ്മ ഇത് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണേ. അങ്ങനെ അച്ഛമ്മ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയുകയാണേ. അങ്ങനെ ശ്രുതി ഈ സമയം അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മ എൻ്റെ ഗിഫ്റ്റ് അത് നീ പറയാതെ തന്നെ അറിയാം, എന്നെ നീ ഇത്രയും സുന്ദരിയാക്കിയില്ലേ, ഇത് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ശ്രുതിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഭാമയ്ക്ക് ആണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഭാമയല്ല ലക്ഷ്മിക്ക് രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ സച്ചി എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത്, അമ്മേ അവരെന്തായാലും ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ നീ കിച്ചണിൽ പോയിട്ട് ഒരു തട്ട് എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് രേവതിയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടിയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അയ്യോ മോനെ, ഇത് ഞാൻ കേക്കൊന്നും കഴിക്കില്ലെന്ന് അറിയില്ലേ, പിന്നെ എനിക്കെന്തിനാ ഈ കേക്ക്. അതെ അച്ഛമ്മ, അതാണ് അതിൻ്റെ സ്പെഷ്യലൈസ് എന്ന് പറയുന്നത്, ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം, വളരെ ടേസ്റ്റിയാണ്. ഞാൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛമ്മയുടെ പേരിലാണ് ഞാൻ ഈ കേക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ
ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ കേക്ക് കാണിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ അച്ചമ്മയുടെ പേരിൽ മാത്രമല്ലോ, അച്ഛൻ്റെ അമ്മയുടെ ഒന്നും പേരിൽ കേക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ലൊരു തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി. അങ്ങനെ വർഷം വന്നിട്ട് വലിയൊരു ഫോണാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, മോളെ ഈ ഫോണൊക്കെ എനിക്കെന്തിനാ, ഇതൊന്നും ഉപയോഗിക്കാൻ അച്ചമ്മയ്ക്ക് അറിയുക പോലും ഇല്ല. അതൊക്കെ ഞാൻ അച്ചമ്മയ്ക്ക് പഠിപ്പിച്ച് തരാം. ഇത് അച്ചമ്മയ്ക്ക് സീരിയലും സിനിമയും ഒക്കെ കാണാം, ഇഷ്ടമുള്ളവരെയൊക്കെ കണ്ടുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വർഷ ആ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമായിട്ട് ലക്ഷ്മിയും ഭാമയും കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരുങ്ങുകയാണ് കേട്ടോ. ഈ സമയം മഹിമയാണെങ്കിൽ വലിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ചന്ദ്രമതി വലിയ സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ലക്ഷ്മി ആണെങ്കിൽ ഒരു തട്ടിനകത്ത് ഒരു സാരിയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ്. അമ്മേ ഇത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എന്തിനാ ലക്ഷ്മി മടിച്ച് നിൽക്കുന്നത്, നീ അമ്മയ്ക്ക് കൊടുക്കാൻ മേടിച്ചല്ലേ, അതങ്ങ് കൊടുക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ ലക്ഷ്മി അച്ഛമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണെന്ന് രേവതി പറഞ്ഞു, അതുകൊണ്ടാണ് ഈ സാരി മേടിച്ചതെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അത് മേടിച്ച് അച്ഛമ്മ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ രേവതിക്കും സന്തോഷമാണ്. അതിന് ശേഷം ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ ഭാമയോട് ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 100 രൂപയുടെ സാരിയും കുറച്ച് പഴവും മേടിച്ചുകൊണ്ട് വന്നിട്ട് വലിയ കാര്യമായിട്ടാണ് കൊടുക്കുന്നത്, വെറുതെ നമ്മളെ മാഹിമയുടെ മുമ്പിൽ നാണം കെടുത്താനായിട്ടെന്ന് പറഞ്ഞിട്ട് പിറുപിറുക്കാണ് കേട്ടോ. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, അവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കട്ടെ, നീ എന്തിനാ അതിനകത്ത് ഓരോന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ വായടുപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇനി ഞാനാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്, ഭാമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ എല്ലാം പറഞ്ഞോണമെന്നൊക്കെ ഏൽപ്പിച്ചിട്ട് ചന്ദ്രമതി ആണെങ്കിൽ രവിയോട് പറയുന്നുണ്ട് കേട്ടോ ആ ബോക്സിങ് എടുക്കാൻ. അങ്ങനെ ചന്ദ്രമതി, അമ്മേ ഇതാണ് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ആഹാ കൊള്ളാമല്ലോ ചന്ദ്രേ, ഒരു അമ്മായിയമ്മയ്ക്കും മരുമകളെ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ചന്ദ്രമതി പറയിപ്പിച്ചതാണെന്ന്. എന്നിട്ട് അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ഭാമേ എന്തായാലും ചന്ദ്രമതി പറയിപ്പിച്ചതാണെന്ന് പറയുകയില്ല എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ആകെ അങ്ങ് ചമ്മി പോകുന്നുണ്ട്. ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ പറഞ്ഞു ഒന്നും അല്ല അമ്മേ, ഭാമേ നീ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ മാറി അങ്ങോട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ മാറ്റി നിർത്തുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ചിരിക്കുന്നുണ്ട്. ഈ സമയം ഇത് കൊടുത്തിട്ട് ടി വി ആണ് കേട്ടോ, വലിയൊരു ടി വിയാണ് നമ്മുടെ ചന്ദ്രമതി കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊടുത്തു വിട്ടേക്കാം, അമ്മ ഇതിനകത്ത് തന്നെ എല്ലാ സിനിമകളും കാണണമെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് കലാവതി അമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ആവശ്യത്തിലധികം സിനിമ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ാണ് കേട്ടോ. അപ്പോഴേക്കും രവി, ചന്ദ്രേ നീ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ മാറ്റി നിർത്തിയിട്ട് ആ ബോക്സ് എടുത്ത് ശ്രീകാന്തെ നീ ഇതങ്ങോട്ട് വെയ്യെന്ന് പറഞ്ഞിട്ട് മാറ്റി വെപ്പിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തല്ലോ, നമ്മുടെ രേവതി മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കാതിരിക്കുന്നത്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ എല്ലാവരും തരാനുള്ളവരെല്ലാം ഗിഫ്റ്റ് തന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിലിഷ്ടപ്പെട്ട ഒരാൾക്ക് അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തന്ന ആൾക്ക് അച്ഛമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതാർക്കാണെന്ന് പറയണേ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അതെ എല്ലാവരും തന്നു കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഒരു പേരക്കുട്ടിയും കൂടി വരാനുണ്ടല്ലോ, അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഈ സമയം രേവതിയും ലക്ഷ്മിയും എല്ലാവരും ദേവും ഒക്കെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. കാരണം ഇതുവരെ സച്ചിയെ കാണുന്നില്ലല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ അവൻ ഇനി വരാനൊന്നും പോകുന്നില്ല, അവൻ രാവിലെ ആയിരിക്കും ഇനി തല പൊക്ക എന്നിങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ ഒരു മാസ് എൻട്രി ഉണ്ട്. എടാ ബിസിനസ് മാനെ, നിൻ്റെ ഈ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചി വരുന്നത്. സച്ചിയെ കാണുമ്പോഴേക്കും നമ്മുടെ രേവതി ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം, ഫോൺ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, എടാ ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞിട്ട് ദേ വന്നു അച്ചമ്മയെന്ന് പറഞ്ഞിട്ട് അച്ചമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ആകെ അങ്ങ് കാണിച്ച് തല കുനിച്ച് നിൽപ്പുണ്ടേ. അങ്ങനെ അച്ചമ്മയാണെങ്കിൽ സച്ചിയുടെ ചെവിക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അയ്യോ അച്ചമ്മ എനിക്ക് നോന്നു എന്ന് പറയുന്നുണ്ടേ. നിനക്ക് വേദനിക്കട്ടടാ, നിനക്ക് അച്ചമ്മ ഇത്രയ്ക്ക് പ്രാധാന്യം ഇല്ലാതായി പോയല്ലേ. ഇന്നെൻ്റെ 80ാം പിറന്നാളായിട്ട് ഒരു ദിവസം ഫുള്ള് നീ ഇവിടെ ഇല്ലാതായല്ലോ, രാവിലെ പോയതല്ലേ നീ, എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചിട്ട് അച്ചമ്മ ഇങ്ങനെ പിച്ചുകയാണ് കേട്ടോ.
അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ എന്തായി പറയുന്നത്? എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത് എൻ്റെ അച്ഛമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞങ്ങളെല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ദേ അച്ഛമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ, നവരത്ന മാല, അത് ഞാൻ കൊടുത്തതാണെന്ന് പറയാനേ. അപ്പോഴേക്കും നീ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അച്ഛമ്മയ്ക്ക് ഞാൻ ഒന്നും വാങ്ങിക്കൊണ്ട് വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് എന്തായാലും അറിയായിരുന്നു നീ ഒന്നും കൊടുക്കാൻ പോകുന്നില്ലെന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര സന്തോഷം വന്നുണ്ട് കേട്ടോ. സച്ചി ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അച്ഛമ്മ ഈ സമയം പറയുന്നുണ്ട്, അത് ഇവന് എനിക്കൊന്നും വാങ്ങിത്തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നും ഇവൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ അച്ഛമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോ, ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനേ അച്ഛമ്മയ്ക്ക് ഒന്നും വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല, പക്ഷേ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മമാരെല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയുകയാണേ. അപ്പോഴേക്കും 2 വയസ്സായ അമ്മമാരിങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ കാണുന്നതും നമ്മുടെ അച്ഛമ്മ പെട്ടെന്ന് തന്നെ അങ്ങ് ഷോക്കായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മയൊക്കെ ഇങ്ങനെ എന്താണെന്ന് ഓർത്തിട്ട് ചന്ദ്രമതിക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇതെന്നുള്ള രീതിയിൽ പുച്ഛത്തോടും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഷോക്കായി നിൽക്കുകയാണ്. ആരെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ 3 പേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ണുനീരൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ആനന്ദക്കണ്ണീരാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ അച്ഛമ്മയെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കലാവതി അമ്മ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല, കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അവരും പറയുന്നുണ്ട്, അതെ ഞങ്ങളും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു, എന്നാൽ ഇതൊരിക്കലും നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയുകയാണ്. രേവതി അപ്പോൾ സച്ചിയെടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഇവരൊക്കെ ആരാന്ന്? അപ്പോൾ സച്ചി ഇങ്ങനെ മറുപടിയൊന്നും പറയാതെ, അച്ഛമ്മേ ദേ ഇവരൊക്കെ ആരാണെന്ന് രേവതി ചോദിക്കുന്നു എന്ന് പറയാനേ. അപ്പോൾ അച്ഛമ്മ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്, ഇവരെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്. അച്ഛമ്മ 8ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അതുവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, പിന്നീട് ഒരു സമയം ഞങ്ങൾ പിരിയേണ്ടി വന്നു, അതിനുശേഷം ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നതെന്ന് പറയാനേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആഹാ ഓൾഡ് ബഡീസ് അല്ലേ, എന്തായാലും ഒരു റീയൂണിയൻ എന്നൊക്കെ പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് വർഷ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ. ഈ സമയം അതിലൊരു കൂട്ടുകാർ പറയുന്നുണ്ട്, അത് നമ്മൾ ഏതൊരു ഫങ്ഷന് കല്യാണത്തിനല്ലേ കണ്ടുമുട്ടിയത്, അതെ നമ്മൾ കലാവതിയുടെ കല്യാണത്തിനല്ലേ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അല്ല എനിക്ക് മൂത്ത കുട്ടി ഉണ്ടായപ്പോഴും നമ്മൾ ഒരുമിച്ചില്ലേ? ശരിയാണല്ലോ, മൂത്തൊരു മകനുണ്ടായിരുന്നല്ലോ, മകൻ എവിടെയെന്ന് ചോദിക്കുകയാണേ. അങ്ങനെ രവിയെ വിളിച്ചിട്ട് കാണിച്ചൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി വന്നിട്ട് കേൾക്കുന്നുണ്ട്, അച്ഛമ്മേ നിങ്ങൾ പഴയ കാലത്തിലേക്ക് പോയോ? തീർച്ചയായിട്ടും ഇടാ, ഞാൻ ആ പഴയ കാലത്തിലേക്ക് പോയി. പിന്നെ നീ ഇവരെയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അച്ഛമ്മേ, ഞാൻ വീട്ടിലുള്ള ചേച്ചിയുടെ അടുത്ത് വിളിച്ചിട്ട് അച്ഛമ്മയുടെ ഡയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്പറൊക്കെ എടുത്തു. അങ്ങനെ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് രാവിലെ തൊട്ട് ഞാൻ തപ്പി കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, എടാ ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണെന്ന് ചോദിക്കണേ. അപ്പോഴേക്കും അച്ഛമ്മ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛമ്മേ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ കാലം പിന്നിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ, അതേടാ ഒരു 30 വർഷം പുറകിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇത്രയധികം സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി എങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് കൊച്ചുമക്കളെ ആദ്യം ശ്രീകാന്തിനെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ ഏറ്റവും ഇളയ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സച്ചിയെ പരിചയപ്പെടുത്തിയിട്ട് സച്ചിയെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രുതിയെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴേക്കും അതിലൊരു അമ്മ പറയുന്നുണ്ട്, ആഹാ ഇവനല്ലേ അന്ന് നിക്കറില്ലാതെയൊക്കെ അതിലിങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടന്ന് മൂക്കളെയൊക്കെ ചീറ്റിക്കൊണ്ട് നടന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങ് ചമ്മി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിക്കിട്ടൊരു പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ചന്ദ്രമതിയാണ് കാണിച്ചു കൊടുക്കുകയാണ്.
ഇതാണ് എൻ്റെ മരുമകളെന്ന് പറയുമ്പോൾ ഒരമ്മ ചോദിക്കുന്നുണ്ട്, ഇത് അന്ന് മെലിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, ഇപ്പോൾ നന്നായിട്ട് തടിച്ചുരുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ തന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ സുധിയെ ഇങ്ങനെ കളിയാക്കിയല്ലോ അവർ, അതിൻ്റെ ഒരു ദേഷ്യത്തിൽ മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി വലിയ ഇഷ്ടം ഇല്ലാതെയാണ് നിൽക്കുന്നത്. അതിനുശേഷം രേവതിനെയും വർഷയും ശ്രുതിയൊക്കെ വിളിച്ചിട്ട് രേവതിയും വിളിച്ചിട്ട് കണ്ടു, ഇവളാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം കയറി വന്ന മരുമകൾ എന്ന് പറഞ്ഞിട്ട് രേവതിനെ എല്ലാവരെയും പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛമ്മേ ഇപ്പോൾ സന്തോഷമായില്ലേ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും സച്ചിയാണെങ്കിൽ അച്ഛമ്മമാരെ രണ്ടുപേരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ രവിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രവിയാണെങ്കിൽ ചന്ദ്രമതിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി അതിനുശേഷം അച്ഛമ്മയുടെയൊക്കെ വായിൽ വെച്ച് കേക്കൊക്കെ സന്തോഷമായിട്ട് എല്ലാവരും കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ഛമ്മ അവരുടെ കൂടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിനെയും ശ്രുതിയും വർഷയൊക്കെ വിളിച്ചിട്ട് അവരുടെ ജോലിയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആദ്യം രേവതിനെയാണ്, മരുമകൾ സച്ചിയുടെ ഭാര്യയാണ്. ഇവള് അമ്പലത്തിലൊക്കെ പൂ കെട്ടി കൊടുക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും, എന്തായാലും നല്ല സുന്ദരി കുട്ടി കലാവതി, നീ ചെറുപ്പത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നീ ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും, അത് എൻ്റെ മൂത്ത കൊച്ചു മരുമകളാണ് ഒരുക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വർഷയാണെങ്കിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴേക്കും അവരും പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. കലാവതി, എന്തായാലും നിൻ്റെ ഭർത്താവ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നിന്നെ വിവാഹം കഴിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം സച്ചിയാണെങ്കിൽ മാറി നിന്ന് അച്ഛമ്മയുടെ സന്തോഷവും ചിരിയൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. രേവതി അപ്പോൾ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും സച്ചിയേട്ടാ, നിങ്ങൾ എന്നോട് പോലും ഈ കാര്യം പറഞ്ഞില്ലല്ലോ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയെന്ന് പറയുകയാണെ. അപ്പോഴേക്കും രേവതി, എന്തായാലും ഇത് സൂപ്പറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്നാലും നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതെ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അച്ഛമ്മ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നീ അതങ്ങ് വിളിച്ച് പറയുമെന്ന് പറയണേ. അപ്പോഴേക്കും സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് വാ വിളിച്ചിരിക്കുമ്പോൾ ഒരു കഷ്ണം കേക്കെടുത്ത് ഇങ്ങനെ രേവതിയുടെ വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സച്ചി. അത് രേവതി, നിനക്ക് അച്ഛമ്മയോട് ഇച്ചിരി സ്നേഹം കൂടുതലാ, അതുകൊണ്ട് നീ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഈ സർപ്രൈസ് ഇല്ലാതായി പോവല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല സച്ചിയേട്ടാ, അച്ഛമ്മയ്ക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. എന്നാലും നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ഇത്രയും സന്തോഷം അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലേ. ഇതേ അച്ഛമ്മയുടെ സന്തോഷം കണ്ടിട്ട് അച്ഛൻ വരെ ഒരുപാട് മനസ്സ് നിറഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം ചിരിക്കുന്നതിന് കണ്ടില്ല രേവതി എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സച്ചിയേട്ടാ, നിങ്ങൾ നല്ലൊരു മനസ്സിനുടമയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ശ്രുതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോഴേക്കും ശ്രുതി പോയി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി മുഖം വല്ലാതിരിക്കുന്നത്? അല്ല, സച്ചി ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ അച്ഛമ്മയുടെ ഗിഫ്റ്റ് സച്ചിക്കായിരിക്കുമല്ലേ എന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും രേവതി ഇതുവരെ അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റൊന്നും കൊടുത്തില്ലല്ലോ, നമ്മൾ രണ്ടുപേരും കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പ്രതീക്ഷ അല്പം കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം രേവതിയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഞാൻ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. എന്താ രേവതി, എന്താണെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ആരും ഇല്ലാതിരുന്ന സമയത്ത് അച്ഛമ്മയെ ടെറസിന് മുകളിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് അച്ഛമ്മയുടെ എക്സ്പീരിയൻസും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അച്ഛമ്മയോട് തമാശ രീതിയിൽ തന്നെ ഞാനത് വീഡിയോ ആക്കിയിട്ടുണ്ടെന്ന് പറയുകയാണേ. അത് കൊള്ളാമല്ലോ രേവതി, ഇങ്ങ് കാണിച്ചു പറയുമ്പോൾ, അതെ, അച്ഛമ്മ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്, ഇപ്പോൾ അത് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ, അത് നീ ഇന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചതല്ലേ, നീ അതിങ്ങ് എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ആദ്യം സച്ചി ആ വീഡിയോ കാണുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എടാ ശ്രീകാന്ത്, നീ ആ TV ഒന്ന് ഓൺ ചെയ്തേന്ന്. ഈ സമയം രവി ചോദിക്കുന്നുണ്ട്, എന്താടാ വല്ല ന്യൂസും ഉണ്ടോ? അതെ, വലിയൊരു ന്യൂസും അഡ്വൈസും ഒക്കെയാണ് അച്ഛാ, എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചിട്ട് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ.
ഞാൻ 80 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഇത്രയും നാൾ ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ മകൻ്റെയും പേരമക്കളുടെയും കൂടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഈ ജീവിതത്തിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ അനുഭവങ്ങളും കുറേ ഒരു ക്ലാസ്സായിട്ട് തന്നെ കുറേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അച്ഛമ്മ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ ലോകത്ത് നമ്മൾ സമ്പാദിക്കുന്ന വലിയ പണമോ സമ്പാദ്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ കൂടെ ഉണ്ടാവുക. ഒരാളെങ്കിലും, ഒരു നല്ല ആളെങ്കിലും നമ്മൾ ജീവിതത്തിൽ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അച്ചമ്മ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിക്ക് ഇത് രേവതി ഒപ്പിച്ച പണിയാണെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അച്ചമ്മയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ് കേട്ടോ. വർഷ പറയുന്നുണ്ട്, അച്ചമ്മ ശരിക്കും ഒരു മോട്ടിവേഷണൽ ക്ലാസ് കേട്ടതുപോലെയുണ്ട്. അച്ചമ്മ ഇത്രയും സൂപ്പറായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്തും പറയുന്നുണ്ട്, എന്തായാലും നന്നായി അച്ചമ്മ, അച്ചമ്മ പൊളിച്ചു എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, അമ്മേ എന്തായാലും അമ്മയുടെ ഓരോ വാക്കുകളും ഓരോ പുസ്തകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി ഈ വീഡിയോ കളയരുത്, ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്ലേ ചെയ്യണമെന്ന് പറയണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് മുതൽ 3 നേരം ഈ വീട്ടിൽ ഈ പടം ഓടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതിയാണ് എല്ലാവരും കളിയാക്കുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ രേവതിയുടെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? രേവതി എന്തായാലും നന്നായി മോളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും രേവതിയെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാമയാണെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രേ സ്പെഷ്യൽ ഗിഫ്റ്റ് നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യമ്മയുടെ അടുത്ത് നിന്ന് മാറിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും കേക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അച്ഛമ്മമാർ പറയുമ്പോൾ കലാവതി അച്ഛമ്മ പറയുന്നുണ്ട്, അതെൻ്റെ ചെറുമകൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അവന് കേക്കിനൊക്കെ എൻ്റെ പേരെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശംസിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശ്രീകാന്തിനെ അച്ഛമ്മ വലുതായിട്ടങ്ങ് പുകഴ്ത്തുന്നല്ലോ, ഇനി സ്പെഷ്യൽ ഗിഫ്റ്റ് അവനായിരിക്കുമോ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ പറയാടാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ എൻ്റെ കവറിനകത്ത് ഒരു ബോക്സ് ഇരിപ്പുണ്ട്, എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടു കൂടി എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു ആമാട പെട്ടിയുണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തുകൊണ്ട് വരുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മാഹിമയാണെങ്കിൽ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഈ കുടുംബത്തിലെ ഏറ്റവും അന്തസ്സോടുകൂടി കയറി വന്നത് നീയാണല്ലോ, അപ്പോൾ പിന്നെ നിനക്കായിരിക്കും അത് കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വർഷ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടല്ലോ, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കില്ലെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് വർഷ ദേഷ്യപ്പെടുകയാണ്. ഈ സമയം ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. എന്നിട്ട് തനിക്കായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അച്ഛമ്മ ഇങ്ങനെ ആ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു പഴയ കാലത്തെ സ്വർണ്ണാഭരണങ്ങളും ഗോൾഡ് കോയിനും ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് അച്ഛമ്മ ഇതെടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാവരെയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യങ്ങൾ തലമുറകളായിട്ട് മാറി വരുന്ന ആഭരണങ്ങളാണ്. ഇത് ഇനി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്ത തലമുറയിലേക്ക് വരുന്നവർക്കാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛമ്മ എല്ലാവരെയും കാണിക്കുകയാണ്. ഇത് വളരെ പവിത്രതയുള്ളതാണ്. അപ്പോഴേക്കും ചന്ദ്രമതിക്കാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അടുത്ത തലമുറ എന്ന് പറയുന്നത് അച്ഛമ്മയ്ക്ക് രവിക്കാണല്ലോ. അപ്പോൾ രവിയേട്ടനെ കിട്ടിയ എൻ്റെ തന്നെയായിരിക്കും എന്നിങ്ങനെ ഭാമയോടും പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആദ്യം ഗിഫ്റ്റ് കൊടുത്തതിനെക്കുറിച്ചൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രേ ഞാൻ ഇത്രയും നാൾ ചെറിയ ടി വിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്, എന്നാൽ നീ ഇപ്പോൾ എനിക്ക് വലിയ ടി വി തന്നെ മേടിച്ച് തന്നു, ഞാനിത് നാട്ടിലെല്ലാവരോടും പോയി പറയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രയെ ഭയങ്കര മനസ്സിലുറപ്പിക്കാണ് കേട്ടോ, തനിക്ക് തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ നിനക്കല്ല ഇത് തരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അടുത്ത ഓരോരുത്തരെയും അച്ഛമ്മയാണെങ്കിൽ ഓരോരുത്തരും കൊടുത്ത് എൻ്റെ മൂത്ത പേരക്കുട്ടി തന്നത് ഒരു നവരത്ന മാലയാണ്. കൊച്ചും പേരക്കുട്ടി മരുമകളാണെങ്കിൽ എന്നെ ഇത്രയും സുന്ദരിയാക്കി അണിയിച്ചൊരുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും കൊടുത്തതെല്ലാം നല്ല രീതിയിൽ ആരെയും തികഴ്ത്തി പറയാതെ നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമ്മാനം ഞാൻ കൊടുക്കാൻ പോകുന്നത് ആർക്കാണെന്നറിയോ? ഇന്നത്തെ കാലത്ത് പണത്തിനും എല്ലാവരും പണത്തിൻ്റെയും സാധനങ്ങളുടെയും പുറകെ പോകുമ്പോൾ സ്നേഹബന്ധങ്ങൾക്കും ഓർമ്മകൾക്കും പ്രാധാന്യം കൊടുത്ത എൻ്റെ സച്ചി ഉണ്ടല്ലോ, അവൻ ഇന്ന് എൻ്റെ ഒരുപാട് നാളത്തെ മനസ്സ് നിറച്ചു, ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് അവൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ നന്മകൾ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക്
കൈമാറണോ എന്ന് വിചാരിച്ച് എൻ്റെ അനുഭവങ്ങളൊക്കെ ഒരു വീഡിയോയിലാക്കി. അപ്പോൾ ഈ പാരമ്പര്യ സ്വത്തുക്കളൊക്കെയും കൈവിൽ വെച്ചേക്കാൻ അഭിമാനത്തോടു കൂടി ഞാൻ കൈമാറാൻ പോകുന്നത് ഇവർക്കാണെന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും മുമ്പോട്ട് വിളിക്കുകയാണ് കേട്ടോ. എന്ന് നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രവി പറയുന്നുണ്ട്, അമ്മേ എന്തായാലും അമ്മയുടേത് നല്ല ഒരു തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സന്തോഷത്തോടു കൂടി കൈയ്യട്ടുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ശ്രുതിക്കും ചന്ദ്രമതിക്കും ഭയങ്കര ദേഷ്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ രവി പറയുന്നുണ്ട്, എന്താ മക്കളെ മടിച്ച് നിൽക്കുന്നത്, മുമ്പോട്ട് കടന്നു പോകാന്ന് പറഞ്ഞിട്ട് രവി സച്ചിയോടും രേവതിയോടും വന്ന് മേടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയും രേവതിയും എന്താ അച്ഛമ്മേ എനിക്ക് നാണം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ട് അത് അവരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊരിക്കലും ഇത് ഭയങ്കര വില കൂടിയ സാധനങ്ങളാണ്, തലമുറകളായിട്ട് കൈമാറിയതാണ്, ഇത് ഒരു കൈമോശം വരാനോ വിൽക്കാനോ പാടില്ലെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ ഈ കുടുംബത്തിൻ്റെ മഹിമയും സ്ഥാനവും ഞങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയില്ല, അത് അത്രത്തോളം ഞങ്ങൾക്കും പ്രാധാന്യപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി അതെല്ലാം സ്വീകരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിക്ക് സച്ചിക്ക് ഇനി വരാൻ പോകുന്ന നല്ല കാര്യങ്ങളാണ്. നമുക്ക് കാത്തിരുന്ന അടുത്ത എപ്പിസോഡ് വരേക്കും കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.